ഇറാനിലെ 2 പ്രധാന ഉരുക്ക് നിർമ്മാണശാലകൾക്കും 2 ആണവ കേന്ദ്രങ്ങൾക്കും നേരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചാണ് വെള്ളിയാഴ്ച ആക്രമണമുണ്ടായത്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാക്കിലെ പ്ലാന്റെന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ ആക്രമിച്ചതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇസ്ഫഹാനിലെ മൊബാരക്കെ സ്റ്റീൽ, അവ്വാസിലെ ഖുസൈസ്താൻ സ്റ്റീൽ എന്നീ 2 വമ്പൻ ഉരുക്ക് ഫാക്ടറികളാണ് ആക്രമിക്കപ്പെട്ടത്. ഇവയ്ക്കു പുറമെ യാസ്തിലെ യുറേനിയം സംസ്കരണ കേന്ദ്രത്തിലും അറാക്കിലെ ഹെവി വാട്ടർ റിയാക്ടറിനും നേരെയും ആക്രമണമുണ്ടായി. ഈ ആക്രമണങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കുമെന്നും അവിടുത്തെ ഉരുക്ക് വ്യവസായത്തെ തളർത്തുമെന്നും ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. മൊബാരക്കെ സ്റ്റീൽ പ്ലാന്റിലുണ്ടായ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു. ഈ പ്രദേശം വിട്ടുപോകുവാൻ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾക്കായി ആക്രമണങ്ങൾക്ക് 10 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. ഇസ്രായേലിന്റെ നടപടി സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് ഇറാൻ ആരോപിച്ചു. നിലവിൽ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുകയാണ്.